എടി പെണ്ണെ, നീ ചെന്ന് നിന്റെ അമ്മാവനോടെ ഭക്ഷണം കഴിക്കാൻ വരാൻ പറ. നിങ്ങളല്ലേ കട്ട ടീം. ആ അത് ശരിയാ. ആര്യമോള് വിളിച്ച ശിവരാമേട്ടൻ വരുമെന്ന് ഉറപ്പാ. മോള് ചെന്ന് വിളിക്കേ. ഇല്ലെങ്കിൽ അമ്മാവൻ പട്ടിണി കിടന്ന് വീണ്ടും വയ്യാതെ ആശുപത്രിയിലാവും. വയ്യാതാവട്ടെ, അതാ അമ്മാവനിപ്പ നല്ലത്. വയ്യാതായി ആശുപത്രിയിലാവണം, അതാ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ആര്യേ, അമ്മായി എന്നോട് ക്ഷമിക്ക. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? വാക്കും പ്രവൃത്തിയും രണ്ടായി കൊണ്ട് നടക്കുന്ന ആളാ അമ്മാവൻ. അമ്മായി അങ്ങനെയൊക്കെ തന്നെയാ. അല്ലെങ്കിൽ അമ്മായി പറ, അഞ്ജലി എന്ത് തെറ്റാ ചെയ്തത്? സ്വമനസാലെ അല്ലെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തില് അവൾക്ക് രാജീവിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇതേ രാജീവിനെ തന്നെയല്ലേ നിങ്ങൾ രണ്ടാളും ചേർന്ന് അഞ്ജലിക്ക് വേണ്ടി നേരത്തെ കണ്ടുവച്ചിരുന്നതും? അന്ന് അയാള് നിങ്ങൾക്ക് യോഗ്യനായിരുന്നു. പിന്നെന്താ ഇന്നിപ്പോ വീട്ടിൽ കയറ്റാൻ അയോഗ്യനായി പോയത്? അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അഞ്ജലിക്ക് നിങ്ങളെ കബളിപ്പിക്കാനോ വഞ്ചിക്കാനോ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് ആരെങ്കിലും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കോ? ഇല്ലല്ലോ. ഇനി അഥവാ അഞ്ജലി ചെയ്തത് ഒരു മഹാ അപരാധമാണെന്ന് തന്നെ ഇരിക്കട്ടെ, സംഭവിച്ചു പോയതിനെല്ലാം അവള് നിങ്ങൾ രണ്ടുപേരുടെ മുന്നിൽ കൈകൂപ്പി മാപ്പ് പറഞ്ഞതല്ലേ? എന്നിട്ടെന്താ നിങ്ങളത് ചെവിക്കൊള്ളാത്തത്? അതെങ്ങനെയാ? നിങ്ങളുടെ വായ്ത്താളത്തിനൊത്ത് ഏഷണി കയറ്റാൻ ഇവിടെ വേറെ ചിലരുണ്ടല്ലോ. മനുഷ്യരെങ്ങനെ നന്നാവാനാ? അപ്പൊ നീ പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കയറുവാണല്ലേ? ഞാൻ ആരുടെയും നെഞ്ചത്തോട്ട് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോടും ഒന്നും പറയാനും പോകുന്നില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തോണ്ട. എനിക്ക് ഇവിടുത്തെ ജീവിതവും മനുഷ്യരെ മടുത്തു. ചത്തു കളഞ്ഞാലോന്നാ ഇപ്പോഴത്തെ ആലോചന. എന്നാ വാടി, ഞാൻ തന്നെ നിനക്ക് കയറെടുത്ത് തരാൻ തൂങ്ങിച്ചാവൻ. ആ അല്ലെങ്കിൽ നിനക്ക് ബ്ലേഡ് മതിയോ കൈ മുറിക്കാൻ വേണ്ടിട്ട്? തെറ്റുപറ്റിയാൽ അത് തിരുത്തണം. ദുരഭിമാനത്തിന്റെ പേരില് തെറ്റ് തെറ്റായിട്ട് കാണാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ആര്യമോള് പറഞ്ഞതാ ശരി. ശ്യാമളയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരുപാട് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത്. എന്റെ മോളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് തിരുത്തണം. ഞാൻ അതിന് പോവാൻ തീരുമാനിച്ചിരിക്കുക. എന്നുവെച്ചാ ഞാൻ അഞ്ജലിയെ പോയി ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരികയാണ് ഉടൻ തന്നെ. കൂടെ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഗുഡ് മോർണിംഗ് അച്ഛാ. എന്തുണ്ട് വിശേഷങ്ങൾ? നിന്നോട് ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അയ്യോ സോറി, ഞാനിവിടെ കയ്യും കാലൊന്നും കുത്താൻ വന്നതല്ല. അറിഞ്ഞൊരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന നീയ് നിനക്ക് പറയാനുള്ളതൊക്കെ ഈ മുറ്റത്ത് ഛർദിച്ചു വെച്ചിട്ടല്ലേ പോയത്? നീ എന്താ പുതിയതായിട്ട് പറയാനുള്ളത്?
പറയാനുള്ളത് അഞ്ജലി മോളുടെ കല്യാണത്തെക്കുറിച്ച് തന്നെയാ. സത്യം പറഞ്ഞ അന്നൊരു സദ്യ കിട്ടാത്തതിലും പായസം കിട്ടാത്തതിലും നല്ലൊരു മിസ്സിംഗ് ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അതിനി വേണമെങ്കിലും ആവാലോ. നീ അറിഞ്ഞായിരുന്നോ? നിന്റെ വാക്കും കേട്ട് ഇവിടെ നിന്ന് പുറത്താക്കിയ അഞ്ജലിയെ തിരികെ വിളിച്ചോണ്ട് വരാനാ നിന്റെ അച്ഛന്റെ ഈ പുറപ്പാട്. തെറ്റുപറ്റിപ്പോയെന്നേ ശിവരാമേട്ടന് ത്രികാലജ്ഞാനം വന്നൂന്ന്. അതേതായാലും നന്നായി. എന്തിന്റെ പേരിലായാലും ഇനി അഞ്ജലിയെ തിരികെ വിളിച്ച് ഈ വീട്ടിൽ നിർത്തുന്നതാ അഞ്ജലിയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒക്കെ നല്ലത്. ഇതെന്ത് പാട്? ഡി പെണ്ണേ, നിനക്ക് ശിവരാമേട്ടന് വന്നതുപോലെ വല്ല ബോധോദയം ഉണ്ടായോ? നീ എന്തൊക്കെയായി പറയുന്നേ? ബോധോദയൊന്നും അല്ലമ്മായി. അഞ്ജലി തന്നിഷ്ടപ്രകാരം ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച കാര്യം മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവൂ. പക്ഷെ അവൾ ആരെയാണ് കല്യാണം കഴിച്ചതെന്ന് നിങ്ങളിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അവൾ ആരെ കല്യാണം കഴിച്ചാലും നിനക്കെന്താ നഷ്ടം? നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയ പോരെ? എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ഫോമർ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണനെ നഷ്ടപ്പെടാൻ പലതും ഉണ്ട്. അതാണിവിടെ പ്രശ്നവും. എന്തു പ്രശ്നം? വളച്ചു കെട്ടാതെ നീ വന്ന കാര്യം പറയാനോ? പറയാം. ആദർശധീരനായ ശിവരാമകൃഷ്ണന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്നറിയോ? അതാ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയ, ശിവരാമകൃഷ്ണന്റെ ആജന്മ ശത്രു. അയാളുടെ പുന്നാര മകൻ അർജുൻ രാഘവ നിങ്ങളുടെ പുതിയ മരുമകൻ. സാക്ഷാൽ അഞ്ജലിയുടെ ഭർത്താവ്. അർജുൻ രാഘവോ? അപ്പൊ രാജീവ്? അത് രണ്ടും ഒന്ന് തന്നെ. പ്രേമിക്കാനിട്ട ഫാൻസി പേരായി ഈ രാജീവ്. ഒറിജിനല് അർജുനെന്ന. എന്റെ പുന്നാര അച്ഛനും അമ്മയ്ക്കും മനസ്സിലായല്ലോ, ഇതൊരു ട്രാപ്പാ. അഡ്വക്കേറ്റ് രാഘവനുണ്ണി തന്റെ മകൻ അർജുനെ മുന്നിൽ നിർത്തി ഒരുക്കുന്ന ഒരു നല്ല ബ്രില്യൻ ട്രാപ്പ്. അതുകൊണ്ടാ സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചു വെച്ച് അവൻ വന്ന് നമ്മുടെ അഞ്ജലിയെ കെണിയിലാക്കിയത്. സ്വയം ബുദ്ധിരാക്ഷസിയാണെന്ന് മേനി നടിച്ച് നടന്ന അഞ്ജലി അതിൽ വീണുപോയെന്ന് മാത്രം. പാവം. അതുകൊണ്ട് സ്വന്തം മകളെ ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ആർക്കെങ്കിലും വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ നിന്ന് സമയം കളയാതെ അവളെ പോയി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോണ്ട് വരുന്നതായിരിക്കും ബുദ്ധി. അവിടെ ശംഖുചക്രം തറവാട്ടിൽ കയറിയ അവളുടെ ജീവന് പോലും ആപത്താ. ഈ വീട്ടിൽ ഞാൻ പുകഞ്ഞ കുള്ളിയാണെങ്കിലും ഉള്ളിൽ ഒരല്പം നന്മ ബാക്കിയുള്ളത് കൊണ്ട് ഇത്രയും ഇവിടെ വന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്ത് വേണോ തീരുമാനിച്ചോ, ഞാൻ പോകുന്നു. ഇവളിത് എന്ത് കളിയായി കളിക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.
ഇതന്നെയല്ലേ എടുത്തു വരാൻ പറഞ്ഞത്? ആ അതെ, ഇത് തന്നെയാണ് സ്ഥലം. പക്ഷെ ഇവിടെ നിന്ന് ആരും കാണുന്നില്ലല്ലോ. സൂക്ഷിച്ച് വീഴരുത്. നല്ല ആഴമുള്ള കുളവാ. അറിയാതെ ഞാൻ കാല് തെറ്റി കുളത്തി വീണാ പിന്നെ പണിയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതിനും മാത്രം ആഴമൊന്നുമില്ല. സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? എന്താ ഭായ്? വാ. നിങ്ങളൊക്കെ ആരാ? എന്താ ഉദ്ദേശം? അത് അവിടെ ചോദിച്ചാ മതി. പറയും. അതെ, ഞാൻ തീർത്തു തരാൻ സംശയം. ആള് ഡീസന്റ് ആണെന്ന് തോന്നല്ലോ. പോരാത്തതിനൊരു ചെറുപ്പക്കാരനും. അപ്പൊ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാലോ. ഇതൊരു കൊട്ടേഷനാ. ഓ, അപ്പൊ ഇത് ഈടത്തിയുടെ ട്രാപ്പായിരുന്നല്ലേ? ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ചേർന്ന ഭായിയെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പെരുമാറണം. അതിനുശേഷം വയറ് കുത്തിക്കേറി ബോഡി എടുത്ത് ഈ കുളത്തിൽ കല്ല് കെട്ടി താഴ്ത്തണം. ഇതാണ് കൊട്ടേഷൻ. ശരി, ഓക്കെ, കൊട്ടേഷൻ നടത്തിക്കോ. ചാകാനും ഞാൻ റെഡിയാ. പക്ഷെ ഒരു സംശയം. ആരാ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത്? ഒരു സ്ത്രീയാണോ? ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞയച്ച ഒരു ചെറുപ്പക്കാരി? അങ്ങനെ ചോദിച്ചാ ഈ ക്ലയൻസിന്റെ കാര്യം പുറത്തൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ഒരു നാട്ടു നടപ്പ്. ഓ, എന്നാ നിന്നെ കണ്ട ഒരു മാന്യനാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയാം. ആ, ഇതൊരു പുരുഷൻ തന്ന കൊട്ടേഷനാ. അർജുൻ രാഘവൻ എന്ന ചെറുപ്പക്കാരനെ തീർത്ത് കെട്ടി വെടിപ്പായിട്ടങ്ങ് ചെയ്യണമെന്ന ആവശ്യം. പുരുഷനോ? അതെ, പുരുഷൻ തന്നെയാണ് ഭായ്. രക്ഷപ്പെടാനൊന്നും ആവില്ല. കൊട്ടേഷൻ തന്ന ഒരു ക്രിമിനൽ ലോയറാണ്. പേര് ചോദിക്കരുത്, പറയില്ല. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. വെള്ളത്തിൽ വീണ പണിയാ. അതുകൊണ്ട് നമുക്ക് ഈ സംഘടന രംഗം ഇവിടെ വെച്ചായാലോ? എന്നാ തുടങ്ങിക്കോ.
അർജുൻ അർജുൻ ഏയ് ഡാ അർജുൻ ഡാ അർജുനെ ഡാ കണ്ണു തുറക്ക് ഡാ അർജുൻ ഡാ അർജുനെ. അപ്പൊ ഡ്രസ് നനയാതെ നമ്മുടെ പണി എളുപ്പമായി. താങ്ക്സ്. എന്നാ പിടിച്ചോ. ഇവനിവിടെ കിടന്ന് വെള്ളം കുടിച്ച് ചത്താ നമ്മൾ പോകുന്നതിന്റെ പിന്നാലെ ബോഡി അങ്ങ് പൊങ്ങും. അതോടെ നമുക്കുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇനിയിപ്പോ ഇനിയുള്ള പണി ജയനും പിള്ളേരും നോക്കിക്കോളാം. നീ വിട്ടോ. താങ്ക്സ്. പറഞ്ഞില്ലേ, ഈ കിടക്കുന്നത് കൊമ്പൻ ജയന്റെ ശാപ്പാടാ. അതിലാരും കൈവയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ വിട്ടോ. കൊമ്പൻ ജയന് ഈ കിടക്കുന്നത് ഒരു നേരത്തെ ശാപ്പാടായിരിക്കും. പക്ഷെ എനിക്ക് ഈ കിടക്കുന്നത് എന്റെ ചങ്ക് ബ്രോയാണ്. പാർത്ഥസാരഥിയുടെ സ്വന്തം അർജുൻ. അവനെ ആരും കൈവയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പണി കൂടും. പണി ഇറന്നു വാങ്ങിയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ പിന്നെ അങ്ങ് തുടങ്ങിക്കാം. എന്റെ അയ്യപ്പ സ്വാമി, മല കയറി നിന്നെ വന്ന് കണ്ട് രണ്ട് നല്ല വർത്താനം പറയാമെന്ന് കരുതിയതാ. ഇന്നിനിയിപ്പോ ഈ മാലയിടലൊന്നും നടക്കും തോന്നുന്നില്ല. അതെങ്ങനാ വെക്കിനങ്ങളല്ലേ മുന്നിൽ വന്ന് നിൽക്കുന്നത്?
പറയുന്നത് പോലെ നിന്നെ തീർത്ത് കെട്ടാൻ ആളെ വിട്ടത് ഒരു വക്കീലാണെങ്കിൽ മറ്റാരുമല്ല, നിന്റെ സ്വന്തം അച്ഛൻ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയാണെന്ന് ഞാൻ പറയും. അച്ഛനോ?